വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണക്കളി ഓണത്തോടനുബന്ധിച്ച് നടത്തുന്ന പുരുഷന്മാരുടെ ഒരു കളിയാണ് ഓണക്കളി. മൈക്ക് സെറ്റും മറ്റുമായി ഗംഭീരമായി ആഘോഷിക്കുന്ന ഈ ഓണക്കളി പുരാണ ചരിത്രങ്ങളിലെ ശീലുകളെ കൂട്ടിയിണക്കി കൈകൊട്ടിക്കളിയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. 10-15 പുരുഷന്മാരുടെ സംഘമാണ് വൃത്താകൃതിയിൽ ചുവടുവെച്ച് നൃത്തരൂപത്തിൽ കൈകൊട്ടി അവതരിപ്പിക്കുന്നത്. ഈ കളി മത്സര രൂപത്തിലും നടത്തിവരുന്നു. ഒരുപാട് കാണികൾ ഇത് കാണുവാൻ ഉണ്ടാകാറുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കമ്പിത്തായം കളിയെക്കുറിച്ചാണ്. മലബാർ മേഖലകളിൽ നാട്ടിൻപുറത്ത് കണ്ടുവരുന്ന ഒരു കളിയാണ് കമ്പിത്തായം കളി. 6 വശങ്ങളുള്ള ഒരു ഓടിൻ കഷണത്തിനെ ചൂത് കളിക്കുന്ന കവടി പോലെ ദ്വാരങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കും. അതിനെ ചുക്കിണി എന്നാണ് പറയുക. കളിക്കാൻ 2 ചുക്കിണികൾ ഉണ്ടാകും. ഒരാൾക്ക് 2 പ്രാവശ്യം ചുക്കിണി ഉരുട്ടാൻ അവസരമുണ്ടാവും. രണ്ടിലും ഓരോ സംഖ്യ വന്നാൽ അതിനെ പെരുക്കം എന്ന് പറയും. പെരുക്കം കിട്ടിയാൽ ഒരിക്കൽ കൂടി കളിക്കാൻ അവസരം കിട്ടും. നടുവിലാണ് കളം. കളത്തിൻ്റെ വശങ്ങളിൽ നിന്നാണ് കരുക്കൾ നീക്കേണ്ടത്. ലഭിക്കുന്ന തുക അനുസരിച്ചാണ് കരുക്കൾ നീക്കേണ്ടത്. ആദ്യം കളത്തിൻ്റെ നടുഭാഗത്ത് എത്തുന്ന കരുവിൻ്റെ ആൾ വിജയിച്ചതായി പ്രഖ്യാപിക്കും. അടുത്തതായി പറയുന്നത് തലപ്പന്ത് കളി. ഓണക്കാലത്ത് കുട്ടികളും യുവാക്കളും കളിക്കുന്ന ഒരു വിനോദമാണ് തലപ്പന്ത് കളി. 1.5 മീറ്റർ നീളമുള്ള ഒരു കമ്പ് നാട്ടി ക്രിക്കറ്റ് കളി പോലെ 2 ഡിവിഷനായി ആളുകൾ ഉണ്ടാകും. കമ്പിൽ നിന്നും നിശ്ചിത അകലത്തിൽ നിന്ന് ഓര കൊണ്ടുണ്ടാക്കിയ പന്താണ് എറിയാൻ ഉപയോഗിക്കുക. എറിയുന്ന പന്ത് നിലം തൊടുന്നതിന് മുൻപായി കൈപ്പിടിയിൽ ഒതുക്കുന്നവർ കോലിനെ പന്തെറിഞ്ഞ് വീഴ്ത്തിയാൽ ആദ്യം പന്തെറിഞ്ഞ ആൾ കളിയിൽ നിന്നും പുറത്താകും. ഇത്തരത്തിലാണ് ഈ കളിയുടെ സ്വഭാവം. അടുത്തതായി പറയാൻ പോകുന്നത് വടംവലിയെക്കുറിച്ചാണ്. വടംവലി അഥവാ കമ്പം വലി. വടം അഥവാ കട്ടി കൂടിയ കയർ 2 ഭാഗത്തായി നിന്നുകൊണ്ട് നടുവിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗവും ഉണ്ടാകും. ആർപ്പുവിളിയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഭരിച്ച് വീഴുന്ന ഭാഗം തോൽക്കുന്നതാണ് വടംവലി. ഓണത്തല്ല്, ഓണപ്പടയെന്നും കയ്യാങ്കളിയെന്നും വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഈ കളിയിൽ കൈ പരത്തിയുള്ള അടിയും തടയും പാടുള്ളൂ. മുഷ്ടി ചുരുട്ടി ഇടിക്കുകയോ ചവിട്ടുകയോ ചെയ്യാൻ പാടില്ലാത്തതുമാണ്. ഇതിന് ചില വ്യവസ്ഥകളും മറ്റു കാര്യങ്ങളുമെല്ലാം ഉള്ള ഒരു കളിയാണ് ഇത്. കുമ്മാട്ടിക്കളി ഒരു നാടൻ കലാരൂപമാണ് കുമ്മാട്ടിക്കളി. ചില ഭാഗത്തെ ഉത്രാടത്തിനും തിരുവോണത്തിനും ചിലയിടത്തെ വിളവെടുപ്പിനോടനുബന്ധിച്ചും ദേവപ്രീതിക്കായിട്ടും ഓണത്തപ്പനെ വരവേൽക്കാനും കുമ്മാട്ടിക്കളി നടത്താറുണ്ട്. പുലിക്കളി. പുലിക്കളിയിൽ തൃശ്ശൂർ ജില്ലയ്ക്കാണ് വലിയ പ്രാധാന്യമുള്ളത്. കൊല്ലത്തും തിരുവനന്തപുരത്തും പുലിക്കളി നടത്താറുണ്ട്. 4ാം ഓണത്തിനാണ് പുലികൾ ഇറങ്ങാറുള്ളത്. ശരീരമാകെ വടിച്ച് മഞ്ഞയും കറുപ്പും ചായം പൂശി വാഹനങ്ങളിൽ കൃത്രിമമായി നിർമ്മിച്ച വനത്തിൽ വന്ന് ചാടി ഇറങ്ങുന്ന 100 കണക്കിന് പുലികൾ നടുവിലാൽ ഗണപതിക്ക് മുൻപിൽ നാളികേരം ഉടച്ചാണ് കളി തുടങ്ങുന്നത്. മെയ് വഴക്കവും കായികശേഷിയും നിർബന്ധമായും പുലിക്കളിക്കാർക്ക് ഉണ്ടാകേണ്ടതാണ്. വന്യതാളവും താളത്തിനു വഴങ്ങാത്ത ചുവടുകളും കോമാളി വേഷങ്ങളും ആക്ഷേപഹാസ്യ ദൃശ്യങ്ങളുമെല്ലാം പുലിക്കളിയുടെ പ്രത്യേകതകളാണ്. പുലിക്ക് പകരം കടുവ വേഷങ്ങളും കണ്ടുവരുന്നു. ഇരയായ ആടിനെ വേട്ടയാടുന്ന കടുവയും കടുവയെ വേട്ടയാടുന്ന വേട്ടക്കാരനും അതിലെ പ്രധാന വേഷങ്ങളാണ്. ഉടുക്കും തകിലും അകമ്പടി വാദ്യങ്ങളായി ഒരു ഒന്നൊന്നര വരവാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് പുലിക്കളി. തൃശ്ശൂരിലെ പുലിക്കളികൾക്ക് മറ്റു സ്ഥലങ്ങളിൽ കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തതയുണ്ട്. ഇവിടെ
പുലികളുടെ മേൽ ഉപയോഗിക്കുന്ന ചായം ഇനാമൽ പെയിൻറ് ആണ്. ഇവ മണ്ണെണ്ണയിൽ നന്നായി കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കുന്നു. കാലത്തിൻ്റെ മാറ്റം പുലികളിലെ വേഷങ്ങളിലും കണ്ടുവരുന്നു. ചിലർ ശരീരത്തിൽ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. വിവിധ നിറത്തിലാണ് പുലികൾ. പച്ച, മഞ്ഞ, കറുപ്പ്, വെള്ളി, ചുവപ്പ്, നീല, പിങ്ക്, വയറ് എന്നു വേണ്ട പലതരത്തിലുള്ള പുലിവേഷക്കാരെ നമുക്ക് കാണാൻ കഴിയും. കുടവയറുള്ള പുലിക്കളിക്കാരെയാണ് ഇവിടെ മിക്കവാറും പ്രധാനിയായി കണക്കാക്കുന്നത്. അവർ അരമണി ധരിച്ചാണ് ഇറങ്ങാറുള്ളത്. ഇത് കുലുക്കിയാണ് മിക്കവാറും നൃത്തം ചെയ്യാറുള്ളത്. പരിപാടി കഴിഞ്ഞാൽ ചായം കഴുകിക്കളയുന്നതിന് മണ്ണെണ്ണയുടെ സഹായത്താലാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു രസകരമായ കാഴ്ച തന്നെയാണ്. അടുത്തതായി പറയാൻ പോകുന്നത് ഓണപ്പൊട്ടൻ അഥവാ ഓണേശ്വരൻ. ഓണത്തെയ്യത്തിൽ സംസാരിക്കാത്ത തെയ്യമാണ് ഓണേശ്വരൻ. വഴി തുറക്കാതെ തന്നെ തെയ്യം കാണിക്കുന്നതിനാൽ ഓണപ്പൊട്ടൻ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉൾപ്രദേശങ്ങളിലാണ് ഓണപ്പൊട്ടൻ കണ്ടുവരുന്നത്. മലയ സമുദായക്കാർക്ക് രാജാക്കന്മാർ നൽകിയതാണ് വേഷം കെട്ടാനുള്ള അവകാശം. ഉത്രാടം, തിരുവോണത്തിനും മറ്റുമാണ് ഓണേശ്വരൻ വീടുകൾ തോറും കയറി ഇറങ്ങുന്നത്. മുഖത്ത് ചായവും കുരുത്തോല കുടയും കൈതനാരുകൊണ്ട് തലമുടിയും കിരീടം, കൈവളകൾ, പ്രത്യേക രീതിയിലുള്ള ഉടുപ്പ് എന്നീ ആളയാഭരണങ്ങളും ആണ് ഓണപ്പൊട്ടൻ്റെ വേഷവിധാനം. ഓണപ്പൊട്ടൻ ഒരിക്കലും കാൽ നിലത്ത് ഉറപ്പിച്ചു നിൽക്കാറില്ല. താളം ചവിട്ടിയും ഓടുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ദക്ഷിണയായി അരിയും പണവുമാണ് വീട്ടുകാർ കൊടുക്കുക. ഓണത്തോടനുബന്ധിച്ച് ഒരുപാട് കലാരൂപങ്ങളും കായിക പ്രാധാന്യമുള്ള കലകളും അവതരിപ്പിച്ചു വരുന്നു. ഓണത്തെയ്യം, ഓണവില്ല്, വേലൻതുള്ളൽ, കൈകൊട്ടിക്കളി, ഊഞ്ഞാലാട്ടം, വള്ളംകളി തുടങ്ങി ഒരുപാട് കലാരൂപങ്ങൾ ഓണത്തോടനുബന്ധിച്ച് നടത്തി വരുന്നു.